സന്തോഷമുള്ള ദിവസങ്ങളാണ്. കുറച്ച് ദിവസങ്ങളായി എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഇന്നലെ ന്യൂസ് കണ്ടപ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ സന്തോഷം തോന്നിയത്. ഈ സന്തോഷം തോന്നാൻ നമുക്ക് നമ്മളെ യാഥാർത്ഥ്യങ്ങൾ, ചില സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ലഹരി മാഫിയക്കെതിരെ വളരെയധികം ശക്തമായ തന്റെ ഇടത്തോടു കൂടിയുള്ള ഒരു പടയോട്ടം. ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നോട് കൂടിയിട്ട് ഞങ്ങളെ നാട്ടിലെ തൊട്ടടുത്തുള്ള വളാഞ്ചേരി, അതേപോലെ തന്നെ കുറ്റിപ്പുറം, ഞങ്ങളെ തവനൂർ ഏരിയയില് ഒത്തിരി പയ്യന്മാരെ, ഈ പയ്യന്മാരൊക്കെ ഞാൻ നോട്ട് ചെയ്തായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സമയത്ത് എത്രയോ വൈകിട്ട് ചില സമയത്ത് വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് പാലത്തിന്റെ ചോട്ടും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തൊക്കെ വളരെയധികം സംശയപരമായി കാണുന്ന പിള്ളേരായിരുന്നു. അവരൊക്കെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ആ വിഷ്വൽ കാണുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഏരിയയിലുള്ള ഒത്തിരി പേർക്ക് ഈ MDMഉം കഞ്ചാവും ഒക്കെ സപ്ലൈ ചെയ്യുന്നതായിരുന്നു ഇവരെ ഡ്യൂട്ടി. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഗവൺമെന്റ് ഏതായിക്കോട്ടെ, അവരുടെ പ്രൊജക്ട് നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിച്ചേ പറ്റൂ, അംഗീകരിക്കുകയും ചെയ്യും. ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പ്രൊജക്ട് വളരെയധികം 2000-3000 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 1000-ഓളം പേരെ ലോക്കപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്ന് ലഹരി മാഫിയയുടെ തുടച്ചു നീക്കാനുള്ള ഒരു പ്രയാണം മാത്രമാണ്. അതിനോടൊപ്പം ശക്തമായി മുന്നോട്ട് നിൽക്കട്ടെ എന്നുള്ള ദിവസമാണ് ഈ 911 ഓർമ്മിക്കാനുള്ളത്. ഗുഡ് മോർണിംഗ് ടു ഓൾ മെമ്പേഴ്സ്. ദ കോഫി to 7 AM coffee talk hereby call to order. I would like to welcome speech today മൈ ഉസ്മാൻ സാർ നമ്മളൊരു ഒരു നല്ലൊരു ബ്രദർ കൂടിയാണ്. കാരണം മലേഷ്യയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പേര്, ഒത്തിരി പേര് ഇവിടൊക്കെ എണീക്കാൻ നേരം വിഴുകുന്ന സമയത്ത് മലേഷ്യയിൽ നിന്നുള്ള സമയം നോക്കാതെ 7 മണി ഇന്ത്യൻ സമയം സെറ്റ് ചെയ്തിട്ട് വളരെയധികം ഭംഗിയോടെ കോർഡിനേറ്റ് ചെയ്യുകയും അത് അതിൻ്റെതായ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ ഉസ്മാൻ ബ്രോനെ ഇന്നത്തെ വെൽക്കം സ്പീച്ചിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു ചെയർമാൻ. വളരെ സന്തോഷം. 911 ദിവസങ്ങളായി നമ്മളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ യാത്ര ചെയ്യുന്നു. പല പുതിയ മുഖങ്ങൾ കണ്ടുകൊണ്ടും പഴയവരെ ഓർത്തുകൊണ്ടും അങ്ങനെ യാത്രയാണ്. ഏതായാലും തുടക്കം തന്നെ അടിപൊളിയായിട്ടാണ്. ലഹരി മാഫിയക്കെതിരെ ഒരു എന്താ പറയാ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ സന്തോഷം. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു സൗണ്ട് ഉണ്ട്, അത് പൊറാട്ട അങ്ങനെ വെട്ടിക്കൊടുക്കാനുള്ള ഇതാണ്. ഏതായാലും സോറി. 911 ദിവസം എന്നെ വെൽക്കം പറയാൻ വിളിച്ചതിൽ വളരെ സന്തോഷം. ഏറ്റവും ആദരണീയരായ കോഫി ടോക്കിന്റെ കോർഡിനേറ്ററും ഇന്നത്തെ ചെയർമാനായ മുജീബ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കരിയർ പ്ലാനിംഗ് എന്ന ടോപ്പിക്കുമായിട്ട് നമ്മുടെ ഇന്നത്തെ ട്രെയിനർ ഷാഹിദ് വളാഞ്ചേരി സാറിനെ സ്നേഹപൂർവ്വം. അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മളുടെ കോർഡിനേറ്റർമാരിൽപ്പെട്ട ഫൗണ്ടർ ഇഷാം സാർ, അതുപോലെ ശ്രീ സാർ, രേഖാമയം, മുജീബ് സാർ, അവരെയും ഞാൻ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുന്നു. എല്ലാ പ്രസിഡന്റുമാരായ നിതിൻ സാർ, ജിനി മാം, അവരെയും ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പന്റിനെയും വെൽക്കം ചെയ്തുകൊണ്ട് ഓവർ ടു ചെയർ. താങ്ക് യു സാർ. താങ്ക് യു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്, നമ്മളൊക്കെ ഈ ബിസിനസ് ആരംഭിക്കുക, നമ്മൾക്ക് ജോലി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ മലയാളികളൊക്കെ സാധാരണ 10 മണിക്കാണ്. രാവിലെ 4 മണിക്ക് തന്നെ ഒരു ബിസിനസ് ആരംഭിച്ച് സ്വന്തമായിട്ടുള്ള ഒരു ഹോട്ടൽ നടത്തുകയും അതിൻ്റെയോടൊപ്പം തൊഴിലാളികളെ വളരെ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യുകയും, ഞാൻ തൊഴിലാളി മുതലാളി എന്നുള്ള ഭാവം കൂടാതെ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ കുറച്ചൊക്കെ മാതൃകയാവുന്നത് ഉസ്മാൻ സാർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ രാവിലെ ഇപ്പോൾ ഓഫീസിലേക്ക് ചില ദിവസങ്ങളിലൊക്കെ 8 മണിക്കും 7 മണിക്കൊക്കെ ചില ദിവസങ്ങൾ പോകാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തൊഴിലിടാണ്, നമ്മളെ ആരാധനാലയം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് എന്ന് പറയാം. കാരണം എൻ്റെ പ്രിയ സുഹൃത്ത്, ഞാനൊക്കെ ചില സമയത്ത് മെന്റർ എന്ന സ്ഥാനത്ത് കാണാറുള്ള വ്യക്തി, ഞാനൊക്കെ ചില സമയത്ത് ആസ് എ ട്രെയിനർ എന്നുള്ള ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഞങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ചില സമയത്ത് ചില ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു മാതൃക ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഒരു ട്രെയിനർ ഷാഹിദ് വളാഞ്ചേരി. സൈക്കോളജിസ്റ്റ് ആണ്, മോട്ടിവേഷൻ സ്പീക്കർ ആണ്. അതുപോലെ തന്നെ സിജിയിൽ ഒരുപാട് വർഷങ്ങളായി, സാർക്ക് അറിയാമെന്ന് അറിയില്ല, ഞങ്ങളൊക്കെ സിജിയിൽ കാലുകുത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് സിജിയിലൂടെ ട്രെയിനിങ് നൽകിയ ഒരു വ്യക്തിയും കൂടിയാണ്. അതോടൊപ്പം തന്നെ JCIയിലൊക്കെ ഒരുപാട് സജീവ പ്രവർത്തകനാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സാഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ പ്രിയതമയും കൂടി നടത്തുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങൾക്കും ഷാഹിദ് സാർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോപ്പി ആയിട്ട്
എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് പണമോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളല്ല, സുഹൃത്ത് വലയാണ് ലോകത്ത് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ലൊരു സുഹൃത്തിനെ ഒരു എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാതൃകയാക്കാൻ പറ്റുക നല്ലൊരു സുഹൃത്താണ് ഷാഹിദ് വളാഞ്ചേരി. ആ ഷാഹിദ് സാറ് ഇന്ന് ഒരു ട്രെയിനിങ് അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാനൊരു ഭാഗ്യമായി കണക്കൂട്ടുന്നു. അതുപോലെ തന്നെ ടോപ്പിക് കരിയർ പ്ലാനിങ് വളരെ ഭംഗിയുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. എന്തായാലും എല്ലാവരെയും ആദരവോട് കൂടി ഇന്ന് നമ്മുടെ ട്രെയിനറെ നമുക്ക് വരവേൽക്കാം. അതോടൊപ്പം തന്നെ ഈ ഫ്ലോറിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സ്നേഹത്തോടെ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഷാഹിദ് സാർ, സൈക്കോളജിസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ ഇൻ ദിസ് ഫ്ലോർ. സാർ, ഫ്ലോർ ഈസ് ഹാൻഡ് ഓവർ to you for 30 minutes. Thank you, sir. ഷാഹിദ് സാറിന്റെ കത്തിക്കൽ കഴിഞ്ഞു. ഷാഹിദ് സാർ മ്യൂട്ടാണ്. സാർ സ്പീക്കറിന്റെ എന്തോ ഒരു ഷാഹിദ് സാർ ഇപ്പോഴും മ്യൂട്ടായി. കേൾക്കുന്നില്ല. മൈക്ക് എന്തോ കംപ്ലൈന്റ് ആണ്. മൈക്കിന്റെ ഒരു വിഷയമാണ് സാർ. ഹെഡ് മൈക്ക് യൂസ് ചെയ്തതിൽ എന്തെങ്കിലും ഇതായിരിക്കും. മൈക്ക് ലാപ്പിൽ കാണാൻ കൊടുത്തുള്ളത്. ലാപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ല, കേൾക്കണില്ല. ഷാഹിദ് ഭായി കേൾക്കണില്ല കേട്ടോ. ഒന്ന് ഹെഡ് മൈക്ക് ഒഴിവാക്കി നോക്കൂ, അല്ലാതെ റീകണക്ട് ചെയ്ത് നോക്കൂ. എനിക്ക് തോന്നുന്നത് സാറിന് കേൾക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് കേൾക്കണല്ലേ? ഇല്ല. ഷാഹിദ് സാർ പറയുന്നത് കേൾക്കണമെങ്കിൽ ഹായ്, ഹലോ. അത് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ സാറ് മൈക്ക് ഒഴിവാക്കിയിട്ട് ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇടക്ക് കേട്ട പോലെ തോന്നുന്നുണ്ടോ? ഹലോ, കേട്ടു. ക്ലിയർ. അല്ല, എക്കോ കുറച്ചൊന്ന് കുറക്കാൻ പറ്റുമോ? ഞാൻ അവിടെ എക്കോ കുറച്ചു. റെഡി. സെറ്റ്. ഗുഡ്. സ്ക്രീൻ ഷെയറിംഗ് കാണാൻ പറ്റുന്നുണ്ടോ? സാർ സെറ്റ്. ഫുൾ സെറ്റ്. ഒരു മിനിറ്റ്, എനിക്ക് കാണാനില്ലല്ലോ. നിങ്ങൾക്ക് കാണാനില്ല? നിങ്ങൾക്ക് കാണുന്നില്ല, ഞങ്ങൾ കണ്ടാ മതി. സ്ക്രീൻ എവിടെ നിങ്ങൾ സ്പോട്ടിലേക്ക് ആകുന്ന കാരണമായിരിക്കും കാണാൻ പറ്റുമോ? ഇല്ല, ആക്കിയിട്ടില്ലല്ലോ. എനിവേ, വെരി വാം ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാരും പിന്നെ ഒന്ന് നിവർന്നിരുന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ച്. പ്രഭാതം വന്നിട്ടുണ്ട്, സൂര്യനൊക്കെ മഴ ഒന്ന് മാറിയിട്ടുള്ള തെളിഞ്ഞ ആകാശം കിട്ടുന്നുണ്ട്. ആം ഐ ഓഡിബിൾ വൺസ് അഗൈൻ? താങ്ക് യു വെരി മച്ച്. അപ്പൊ മുജീബ് സാർ വളരെ മനോഹരമായ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു മൂവ്മെന്റിനെ പുകഴ്ത്തിക്കൊണ്ട് പിന്നെ നമ്മുടെ യുവാക്കൾക്കും നമ്മളെ പോലെയുള്ള അഭ്യുദയകാംക്ഷികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ആശാവഹമായിട്ടുള്ള നല്ലൊരു മൂവ്മെന്റ് ഗവൺമെന്റ് എടുത്തതിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. വെരി ഗുഡ്, സൂപ്പർ. ഈ നന്മകൾ ആര് ചെയ്യുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ സ്ക്രീൻ എനിക്ക് കാണാം. ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയറിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കാണാം അല്ലേ? സ്ക്രീൻ ഷെയറിംഗ് ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ പിന്നെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കരിയർ പ്ലാനിങ് എന്നുള്ളതാണ്. ഈ കരിയർ എന്നുള്ള സംഭവം പൊതുവെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ കരിയർ
പ്ലാനിങ്, കരിയർ ഗൈഡൻസ്, കരിയർ മോട്ടിവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ പോയപ്പോൾ നമുക്ക് എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും ഏത് ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്കും എപ്പോഴും കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. കേൾക്കാവോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ യെസ് സാർ, നമ്മളൊരു ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് വന്നണേ, വെറുതെ ഒന്ന് ഒരു ഹായ് പറഞ്ഞ എല്ലാരും. ഹായ് ഓൾ. ഞാനൊരു ഹായ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ സ്റ്റുഡൻസ് മാത്രമാവില്ല ഉണ്ടാവുക, മുതിർന്ന ആളുകൾ ഉണ്ടാവും, വ്യത്യസ്ത മേഖലകളിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, ആൾറെഡി കരിയർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തമായ വിഷൻ മിഷൻ ഗോളോട് കൂടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളും ഉണ്ടായിരിക്കും. ഇനി എനിക്ക് രണ്ടാമത് പറയാനുള്ള ഒരു കാര്യം, അപ്പൊ ഇങ്ങനെ പോകുന്ന എല്ലാ ആളുകൾക്കും കരിയർ പ്ലാനിങ് സാധ്യമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചെറിയ ചെറിയ ലെവലിൽ ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ ആര് തയ്യാറായോ അവർക്ക് എല്ലാവർക്കും കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. അവരുടെ ലൈഫിലും ഒരു കരിയർ പ്ലാനിങ്ങിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ കരിയർ എന്താണ്, അത് കരിയർ എന്നൊക്കെ നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. കരിയർ ബിൽഡ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈഫിനെ മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, ലൈഫ് ഈസ് ഓൺലി വൺസ് ഇൻ ദ വേൾഡ് എന്നുള്ള ഒരു തത്വം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെ ജീവിതം അടിമുടി എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോ പിന്നെ മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പം എൻ്റെ പഠനവും എൻ്റെ ഹോബീസും എൻ്റെ ലൈഫും എൻ്റെ ഫാമിലി കാര്യങ്ങളെല്ലാം ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടതും പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെയും റെസ്പോൺസിബിലിറ്റി. ഐ ആം ദി റെസ്പോൺസിബിൾ പേഴ്സൺ ഓഫ് മൈ ലൈഫ് സക്സസ് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഒരു ആപ്തവാക്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്, അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ കരിയർ പ്ലാനിങ് എന്നുള്ളത് ഒരു ഹാഫ് ആൻ അവർ കൊണ്ടോ 1 അവർ കൊണ്ടോ ഒന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഇതിലേക്ക് ഒരു വിരൽ ചൂണ്ടൽ മാത്രമാണുള്ളത്. അപ്പൊ ഇതിന് തുടർച്ചയായിട്ടുള്ള ചില ഹോംവർക്കുകൾക്ക് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ലൈഫിൽ ഒരു ഭയങ്കര ഐക്കൺ, നമ്മൾ ഈ ഭൂമി വിട്ട് പോയാലും നമ്മൾ ഇന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഭൂമി അവസാനിക്കുന്ന കാലം വരെയും ആ അടയാളപ്പെടുത്തലുകൾ നിലനിൽക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി ചാരിതാർത്ഥ്യപൂർണമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും പറയാറും കേൾക്കാറുമുള്ള ഒരു കാര്യമാണ് വേക്കപ്പ് വിത്ത് ഡിറ്റർമിനേഷൻ, ഗോ ടു ബെഡ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യം. വേക്കപ്പ് വിത്ത് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ കരിയർ പ്ലാൻ ചെയ്തു പോകുന്ന ആളുകൾക്ക് ഓരോ പ്രഭാതവും വളരെ ഭയങ്കരമായ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട്, മോട്ടിവേഷനോട് കൂടിയിട്ട്, മറ്റാർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ? നേരത്തെ മുജീബ് സാർ നമ്മളോട് ആമുഖ പ്രസംഗത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം അതാണ്. നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞത് കാര്യം, എല്ലാ ദിവസവും പ്രഭാതം എനർജറ്റിക് ആയിട്ട് തുടങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ വളരെ പ്ലാൻഡ് ആയി പ്രൊഡക്റ്റീവായി ഓരോ സമയത്തെയും യൂസ് ചെയ്ത്, പ്രൊഡക്റ്റീവ് ടൈം ഈസ് നോട്ട് ദ പോയിന്റ്. പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ സ്പെൻഡിങ് ടൈം വിത്ത് ക്ലിയർ കട്ട് ഇന്റൻഷൻ ഓർ ഗോൾ. നമ്മൾ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ലക്ഷ്യത്തോടു കൂടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയാം. മിക്കവാറും ആളുകളിൽ അൺപ്രൊഡക്റ്റീവ് ടൈം ആയിരിക്കും കൂടുതൽ ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസം വൈകുന്നേരം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് എത്ര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹവേഴ്സ് കിട്ടി എന്നുള്ളത് അനലൈസ് ചെയ്യാം. അപ്പൊ ഈ കരിയർ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്ന ആള് ഡെഫിനറ്റ്ലി രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ മുജീബ് സാർ പറഞ്ഞ ഒരു എന്താണ്
നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നമുക്കൊക്കെ ആശാവഹമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള മൂമെന്റിലേക്ക് ഒരു 2 വരി കവിത ഓർമ്മ വന്നപ്പോൾ അത് പാടിയിട്ട് അത് പറഞ്ഞിട്ട് ഞാൻ നമുക്ക് സെഷനിലേക്ക് വരികയാണ്. അപ്പൊ കരിയർ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇതുവരെ തന്നത്. ഇനി കരിയർ എന്താണ്, എങ്ങനെയാണ് കരിയർ പ്ലാൻ ചെയ്യേണ്ടത്, പിന്നെ അത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ കവിത ഇതാണ്. എനിക്ക് ഓർമ്മ വന്നൊരു കവിത. അമ്മയും നന്മയും ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, അറ്റമില്ലാത്തൊരാ ജീവിത പാതയിൽ ഒറ്റയല്ല ഒറ്റയല്ല ഒറ്റയല്ല, നമ്മൾ ഒറ്റയല്ല ഒറ്റയല്ല ഒറ്റയല്ല, ഒറ്റയായൊന്നുമില്ലൊന്നുമില്ല, ഒന്നു മറ്റൊന്നിൻ തുടർച്ചയല്ലോ, ഒറ്റയ്ക്കു വന്നു പിറക്കുന്നുവെങ്കിലും മർത്യർ നാം എല്ലാവരും ഒന്നാണ്, അമ്മയും നന്മയും ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, അറ്റമില്ലാത്തൊരാ ജീവിത പാതയിൽ ഒറ്റയല്ല ഒറ്റയല്ല ഒറ്റയല്ല, നമ്മൾ ഒറ്റയല്ല ഒറ്റയല്ല ഒറ്റയല്ല. ഓക്കെ, അപ്പോ നന്മകള് ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാട് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മക്കളും എല്ലാവരും കൃത്യമായ കരിയർ പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് അതിന് കഴിയും എന്നുള്ളതാണ്. ഈ കരിയർ എന്നുള്ളതിനുള്ള ഒരു ഷോർട്ട് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Career is the sequence of jobs, roles, and experience an individual undertake throughout their work life. ഈ സാധാരണ ഒരു ജോബ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജോബ്, പ്രൊഫഷൻ, കരിയർ ഇതെല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കോ സാറേ, ഫുൾ സ്ക്രീൻ ഇടുവോ? ആയിക്കോട്ടെ, ഫുൾ സ്ക്രീൻ ആണല്ലോ അല്ലേ? ഓക്കെ. പിന്നെ അപ്പൊ കരിയർ എന്നുള്ള കാര്യം ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ ഒരാള് എന്താണ് കരിയർ ബിൽഡ് ചെയ്ത് തുടങ്ങി പിന്നെ എൻഡ് വരെ ഉള്ള ഒരു കാര്യം. അത് കഴിഞ്ഞാലും അതിന്റെ അലയൊലികൾ അവസാനിക്കാതെ നിലനിൽക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ 1-2 ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ വേഗം പറയാം. ഒന്ന്, നമ്മുടെ ഇപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ എന്ന മനുഷ്യൻ, അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുഭാഗത്ത് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ആ ഗണത്തിലേക്ക് ചില ആളുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം സച്ചിൻ തെണ്ടുൽക്കറെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ വന്നു. അദ്ദേഹം ഏറ്റവും നല്ല വേൾഡ് നമ്പർ പ്ലെയറായി, വേൾഡ് കപ്പ് നേടിത്തന്നു. പിന്നെ റിട്ടയർമെന്റിന് ശേഷവും അദ്ദേഹത്തിന്റെ ലൈഫ് അവസാനിക്കുന്നില്ല. പിന്നെ അദ്ദേഹം നമ്മളെ കേരളത്തിൽ വന്നു, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഇപ്പോഴും ലൈവാണ്. കമന്റേറ്റർ ആയിട്ടാവട്ടെ, പിന്നെ മോട്ടിവേഷൻ സ്പീക്കർ ആവട്ടെ, ഓതർ ആയിട്ടാവട്ടെ, ഒരു പബ്ലിക് ഫിഗർ ആയിട്ടായിരിക്കട്ടെ, ഇപ്പോഴും ലൈവായിട്ട് അങ്ങനെ ഒന്നിലേക്ക്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം എത്രയോ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പല ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പോ ഒന്നിന്റെ തുടർച്ചയായി ഒന്നായി അങ്ങനെ പോകുന്നതാണ്. അതാണ് കരിയർ എന്നുള്ളത്. മറിച്ച് ജോബ് പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ജോബിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു, അത് ഒരു ഡെയിലി വേജ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിങ്ങനെ അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും പിന്നെ മാനസിക പിന്നെ ഫിറ്റ്നസ് ഒക്കെ ഉള്ള സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എപ്പോഴെങ്കിലും അതിലൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന്റെ വരുമാനം നിലക്കുന്നു. പിന്നെ ചിലപ്പം കടം മേടിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള പിന്നെ അപ്പൊ അതാണ് കരിയറും ഈ ജോബും തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ പ്രൊഫഷണൽ ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് വരും. ഇപ്പൊ കരിയറിലേക്ക് ഒരു ഡെഫിനിഷനും കൂടെ ഇവിടെ ലാർജർ or any journey in എന്താണ് all your jobs, education, training and professional experiences. A career has a continuous strategy എന്നുള്ളതാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കരിയർ എന്നുള്ള കാര്യം. ഇപ്പം നമുക്ക് പിന്നെ നല്ല ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും കരിയർ ഹോൾഡേഴ്സ് ആവണമെന്നില്ല, ശ്രദ്ധിക്കണം. എല്ലാ ഡോക്ടേഴ്സും കരിയർ ഹോൾഡേഴ്സ് ആവണമെന്നില്ല.
പിന്നെ എല്ലാ ലോയേഴ്സും കരിയർ ഹോൾഡേഴ്സ് ആവണമെന്നില്ല, എല്ലാ ഷെഫും കരിയർ ഹോൾഡേഴ്സ് ആവണമെന്നില്ല, എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും കരിയർ ഹോൾഡേഴ്സ് ആവണമെന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ 3 കാര്യം ഞാനിങ്ങനെ സമയത്തിന്റെ ഒരു ഇതുകൊണ്ട് എനിക്കാണെങ്കിൽ 7:30ക്ക് വേറൊരു ഇതുള്ളത് കൊണ്ടും ഞാനൊന്നിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോവാ. അപ്പൊ ജോബ്, പ്രൊഫഷൻ, കരിയർ 3 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജോബും കരിയറും പ്രൊഫഷൻ, കരിയർ എന്താണ് എന്നുള്ളത് പറഞ്ഞു. നമ്മളിപ്പോ ഒരു ഒരു ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തുന്നു, പിന്നെ അതിന് കണക്റ്റഡ് ആയിട്ടുള്ള അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നു, അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നു, അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനായിട്ട് തുടങ്ങുന്നു, സയന്റിസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്നു, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളിൽ ഒരാളായി, മിസൈൽ മാൻ എന്നുള്ള ലെവലിലേക്ക് അറിയപ്പെട്ടു. അവിടെ നിന്നില്ല. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ, അധ്യാപകരാവട്ടെ സയന്റിസ്റ്റുകളാവട്ടെ, പല ആളുകളെയും പലപ്പോഴും കാണാറില്ല. പക്ഷെ അദ്ദേഹം മോട്ടിവേഷൻ സ്പീക്കറായി, ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിന്റെ ഓതറായി, പിന്നെ ഇന്ത്യയുടെ ഏറ്റവും നമ്പർ 1 പ്രസിഡന്റായി, പിന്നെയും ജൈത്രയാത്ര തുടർന്ന് അതങ്ങനെ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ട് അവസാനിക്കുക. ദിസ് ഈസ് വാട്ട് ഈസ് കരിയർ. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോബ് ആവുമ്പോ അങ്ങനെയല്ല, ഒരു ഡെയിലി വേജ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ അല്ലെ. ഇനി ഈ പ്രൊഫഷന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രൊഫഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എ പെയ്ഡ് വർക്ക് ദാറ്റ് റിക്വയർഡ് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ടു ബി അപ്ലിക്കബിൾ. ഇപ്പോ ഒരാള് പിന്നെ അയാൾ അറിഞ്ഞോ അറിയാതെയോ 10ാം ക്ലാസ് നന്നായി പാസ്സായി, +2 പാസ്സായി, ഒരു കോഴ്സ് എടുത്തു, PSC ടെസ്റ്റ് എഴുതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ എഴുതി, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തു, അയാൾ അതിലങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വേർഡ്. ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പൊ ഇന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, പിന്നെ അങ്ങനെ ഒരുപാട് ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് ടൂൾസിന്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ഈസ് ദ ഇന്നർ പൊട്ടൻഷ്യൽ ടു ഡു എ വർക്ക്. ഒരു വർക്ക് ചെയ്യാൻ, അതായത് ഓരോ മനുഷ്യന്റെ ഉള്ളിൽ, ഇപ്പൊ എൻ്റെ ഫിംഗർ പ്രിന്റ് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് നിങ്ങൾക്ക് ആർക്കും ഇല്ല, എൻ്റെ സ്വന്തമാണ്. സോ ഐ ആം യുണീക്ക്. ഈ ഭൂമിയിൽ എത്ര മനുഷ്യർ ജനിച്ചു മരിച്ചു, ആരുടേതിനോടും എൻ്റെ ഫിംഗർ പ്രിന്റോ എൻ്റെ ബ്രെയിൻ്റെ ന്യൂറോ സിസ്റ്റമോ ന്യൂറോ പാറ്റേണോ ഒന്നുമേ മാച്ച് അല്ല. DNA എല്ലാം എൻ്റെത് വ്യത്യസ്തമാണ്. അപ്പൊ സോ ഞാൻ ചിന്തിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഒരാളെ ചിന്തിക്കുന്നുള്ളൂ, അത് ഞാൻ മാത്രം. ഇനി എത്രയോ മനുഷ്യർ ജനിക്കാനിരിക്കുന്നു, മരിക്കാനിരിക്കുന്നു, അവരുടേതിനൊന്നും തന്നെ എൻ്റെ ഫിംഗർ പ്രിന്റ് മാച്ച് അല്ല, ബ്രെയിൻ്റെ ന്യൂറോ സിസ്റ്റം മാച്ച് അല്ല. അപ്പോ സോ വി ഓൾ ആർ യുണീക്ക്. നമ്മളെല്ലാവരും ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ഓരോരുത്തരും കാണുന്ന കളറുകൾ പോലും വ്യത്യാസം. ഒരു ചുവപ്പ് കളർ ഒരു 10 ആളെ കാണിച്ചാൽ 10 പേരും 10 രീതിയിൽ പെർസ്പെക്റ്റീവിലായിരിക്കും അത് എടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾ പഠിച്ചു അങ്ങനെ പോകുന്നു, അയാളുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇന്നർ പൊട്ടൻഷ്യൽ ചിലപ്പോൾ ഒരു മ്യൂസിഷ്യൻ ആവാനായിരിക്കാം, ചിലപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു നല്ലൊരു ഫാർമർ ആവാനുള്ള ഇന്നർ പൊട്ടൻഷ്യൽ, അതിനോടായിരിക്കാം വല്ലാത്ത അഭിനിവേശം അയാളുടെ ഉള്ളിൽ ഉണ്ടാവുക. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അയാൾ ബാഹ്യമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ ഗൈഡൻസ് കിട്ടാതെ പോയിട്ടോ അയാൾ എന്തോന്നു ഒരു ബസ്സിലെ ഡ്രൈവർ ആവുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് അങ്ങ് പോകുന്നു. സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്കിൽ അങ്ങ് പഠിച്ചു അയാൾ. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടോ, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് കാരണോ, അല്ലെങ്കിൽ ആരെങ്കിലും കമ്പൽ ചെയ്തിട്ടോ, അല്ലെങ്കിൽ അയാളുടെ തെറ്റായ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായിട്ടോ അയാൾ എഞ്ചിനീയറിങ്ങിന് പോകുന്നു. ആ എഞ്ചിനീയറിംഗ് പോകുന്നതോട് കൂടിയിട്ട് അയാളൊരു മെക്കാനിക്കൽ ആയിട്ട്, അപ്പോൾ അതിലൊരു ഭയങ്കര ഐക്കണിക് ആയിട്ടുള്ള ലെവലിലേക്ക് ഉയരാൻ കഴിയാതെ അയാൾ പഠിച്ചതും ജോലി കിട്ടിയതും അതിലാണ് എന്നുള്ളത് കൊണ്ട് ആ തൊഴിലിൽ നിന്ന് ഒരിക്കലും മാറാതെ അതിൽ തന്നെ നിന്ന് അങ്ങനെ അത്തരം ആളുകളിൽ ഭയങ്കരമായ ഇന്റേണൽ സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ പ്രൊഫഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പല പ്രൊഫഷണൽസിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ആ പ്രൊഫഷൻ ആയിരുന്നില്ല വേണ്ടത്, അയാൾക്ക് പറ്റിയ പ്രൊഫഷൻ വേറെ ഏതോ ആണല്ലോ എന്ന് നമുക്ക് ചില ഓഫീസുകളിൽ ചെല്ലുമ്പോഴെങ്കിലും നമുക്ക് തോന്നും. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അപ്പോ പ്രൊഫഷൻ എന്നുള്ളത് ഉള്ള ഒരു കാര്യം. ചില ആളുകൾ പക്ക പ്ലാൻ ചെയ്തിട്ട് ചില പ്രൊഫഷനിലേക്ക് വരും, അല്ലെങ്കിൽ അദ്ദേഹം പോലും അറിയാതെ, നമ്മളിപ്പോ ഈ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്ന പോലെയുള്ള
പൊരുത്തം കറക്റ്റ് മെന്റർഷിപ്പ് ഗൈഡൻസ് ഒക്കെ കിട്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ പ്രൊഫഷനിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവർ ആ പ്രൊഫഷനിൽ തന്നെ നിൽക്കൂല. അതിനോട് കണക്ട് ആയിട്ട് ഞാനിപ്പോ സച്ചിൻ തെണ്ടുൽക്കറെ പറഞ്ഞ പോലെ, APJ അബ്ദുൽ കലാമിനെ പറഞ്ഞ പോലെ, പിന്നെ നമ്മുടെ യേശുദാസിനെ പറഞ്ഞ പോലെ, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ AR റഹ്മാനെ പോലെയുള്ള ആളുകളെ പറഞ്ഞ പോലെ, ഇങ്ങനെ അവർ അതൊന്നും അങ്ങനെ ലെജൻഡ് ലെവലിലേക്ക് അങ്ങനെ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് പറഞ്ഞത്. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് ഒരുപാട് പേരെ ഞാൻ അങ്ങനെ കരിയർ ബിൽഡ് ചെയ്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഫഷൻ, ജോബ്. അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ മാത്രം ഷെയർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ജോബിനെയും കരിയറിനെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കരിയറിൽ അൺലിമിറ്റഡ് ഏണിങ്സ് ആയിരിക്കും, ജോബിൽ ഒരു ലിമിറ്റഡ് ഇൻകമാണ് വരുമാനമായിട്ടുണ്ടാവുക. പിന്നെ മറ്റൊരു ലെവലിൽ നോക്കുക, സ്റ്റാറ്റസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ കരിയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിലുള്ള സ്റ്റാറ്റസും ഈ ജോബ് ലെവലിൽ പോകുന്ന ആളുകളുടെ സ്റ്റാറ്റസ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. പ്രസ്റ്റീജ് ലെവലിലും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യത്തിൽ അവരുടെ ലൈഫിൽ പിന്നെ പലപ്പോഴും ഈ ജോബിൽ വേണ്ടത്ര ചെറുപ്പത്തിൽ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഇനി മുതിർന്നാൽ തന്നെ നല്ലൊരു മെന്ററുടെ സഹായം ഒന്നും കിട്ടാതെ ഏതെങ്കിലും ഒരു ജോബിൽ ഏർപ്പെടാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ മൈൻഡിൽ എപ്പോഴും എന്തായിരിക്കും, ഇതിൽ നിന്ന് മാറണം, ഒന്ന് രക്ഷപ്പെടണം, ഇനി ഗൾഫിൽ പോയാൽ ശരിയാവുമോ, അല്ലെങ്കിൽ അത് തുടങ്ങിയാൽ ശരിയാവുമോ, ഇത് തുടങ്ങിയാൽ ശരിയാവുമോ. ഇങ്ങനെ ഒരു കരിയർ മോട്ടിവേഷൻ ഇന്റേണൽ ആയിട്ട് എല്ലാവരുടെ ഉള്ളിലും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾക്ക് കാലങ്ങളായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചില ഹാബിറ്റുകൾ, മടി, പിന്നെ അങ്ങനെയുള്ള പിന്നെ ആവശ്യത്തിന് സ്കിൽ ഡെവലപ്മെന്റ് ഇല്ലാത്തത്, വേണ്ടത്ര മെന്റർഷിപ്പോ ഗൈഡൻസോ ഇല്ലാത്തത് കാരണം കൊണ്ട് അവർ അതിൽ തന്നെ അങ്ങനെ തുടർന്നിട്ട് ആരൊക്കെ കുടുംബത്തിലുള്ള ആളുകൾ കുറ്റം പറഞ്ഞാലും പിന്നെ മറ്റുള്ളവർ ഉപദേശിച്ചാലൊന്നും അതിന്ന് മാറാതെ ആ ഒരു ചെറിയ ജോബിൽ തന്നെ അങ്ങനെ തുടർന്നിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, വാട്ട് ഈസ് മൈ ആപ്റ്റിറ്റ്യൂഡ്, വാട്ട് ഈസ് മൈ ഇന്നർ പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടാക്കണം. ഇനി അങ്ങനെയുള്ള ആളുകൾ, ഇനിയിപ്പോ ഒരു ജോബ്, സാധാരണ ഒരു ജോബാണല്ലോ ഇപ്പൊ നമ്മൾ കൽമതിലൊക്കെ പണിയുക എന്നുള്ളത്, അല്ലെ വീട് പണിയുക, പടവ് എന്നുള്ള ജോബാണ്. അതില് ഒരു ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡും ഒരു കൺസ്ട്രക്ഷൻ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യൻ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം അയാൾ തുടങ്ങുന്നത് ഒരു ഹെൽപ്പറായിട്ടായിരിക്കും. ആ ഹെൽപ്പിംഗ് അങ്ങനെ തുടങ്ങി ക്രമേണ അദ്ദേഹം മെയിൻ പടവേരനായിട്ട് മാറും. കുറച്ചുകൂടെ ഇങ്ങനെ കഴിയുമ്പോൾ അയാൾ കരാർ എടുക്കാൻ തുടങ്ങും, കരാർ പണിയെടുക്കുക. അപ്പോൾ അദ്ദേഹം മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മാത്രം ഒന്ന് ടച്ച് ചെയ്യുക, അദ്ദേഹത്തിന്റെ കൈ ഒന്ന് ടച്ച് ചെയ്താൽ മതിയായിരിക്കും, അവിടെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാക്കും. ഒരുപാട് വർക്കേഴ്സിനെ വെച്ചിട്ട് ഒരു ചെറിയ ഒരു ലോകം അയാൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കുഞ്ഞു കുറേ ലോകം. കുറച്ച് കഴിയുമ്പോഴേക്കും അയാൾ ഒരു എഞ്ചിനീയർ, പ്രൊഫഷണൽ എഞ്ചിനീയറെക്കാളും മേലേക്ക് വളർന്നിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം പിന്നെ റിയൽ എസ്റ്റേറ്റിലേക്ക് പതിയിറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് എല്ലാ മേഖലയിലും സാധ്യമാണ് ഈ കരിയർ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ മക്കളോടാവട്ടെ, നമ്മൾ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മെന്റർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒക്കെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴൊക്കെ അയാളുടെ ഇന്നർ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഫീൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ, പലപ്പോഴും ധൈര്യം കാണിക്കൂല കേട്ടോ. നമ്മൾ പല ആളുകൾ ഇത് പറയാൻ തന്നെ പേടിയായിരിക്കും. കാരണം ഒരു 45-50 വയസ്സുള്ള ഒരാൾ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു, അയാളൊരു സാധാരണ ജോലിയാണ് ചെയ്യുന്നത്. അയാളോട് പോയിട്ട് നിങ്ങൾക്ക് പറ്റിയ പണി ഇതല്ല, അതാണ്, അപ്പൊ നിങ്ങൾ ആ ഒരു കോഴ്സൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇന്ന ആളെ പോയി കണ്ടിട്ട് അവിടെ കുറച്ച് സ്കില്ല് ഉണ്ടാക്കണം, ഇന്ന ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാവണമെന്നില്ല, പിന്നെ അദ്ദേഹം അതിന് തയ്യാറാവണം എന്നൊന്നുമില്ല. അതൊരു വലിയൊരു ചലഞ്ചാണ് മുതിർന്ന ആളുകൾക്ക് കരിയർ ഷിഫ്റ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഭയങ്കരമായ സാധ്യതയാണ് ആ മനുഷ്യൻ ഇനിയിപ്പോ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ലൈഫിൽ ഭയങ്കരമായ സാധ്യത. ഇത് പണ്ട് കാലത്തെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്നാലോചിച്ച് നോക്കൂ, പിന്നെ പണ്ട് ഗുരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഉള്ളതാണ്. അപ്പൊ നമ്മളെ ജീവിതത്തിലൊന്നും പച്ച പിടിക്കാതെ ഒരു കര പറ്റാതെ പോകുന്ന ആളുകള് ചില നല്ല സ്പിരിച്വൽ പവറൊക്കെ ഉള്ള അല്ലെങ്കിൽ ആളുകൾ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുന്ന ആളുകൾ അനലൈസ് ചെയ്യാൻ കഴിവുള്ള ചില ഗുരുനാഥന്മാരുടെ മുന്നിലെത്തും. കുറച്ചു കാലം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയും, നീ ഇത് തുടങ്ങിക്കോ അല്ലെങ്കിൽ അത് ചെയ്തോ എന്ന് പറയും. അതങ്ങനെ അങ്ങ് ഡെവലപ്പ് ആവും.
ഇതാണ് കരിയർ സംഭവം. അപ്പോൾ ഈ ഗുരുനാഥൻ ചെയ്യുന്നത് എന്താണ്? ഇപ്പോ എനിയാഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട്, നമുക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇതിലധികം ട്രെയിനേഴ്സും പ്രൊഫഷണൽസും ഒക്കെ ഉണ്ട്. അപ്പം എനിയാഗ്രാം ടൂളിന് എന്താ, ലോകത്തെ മൊത്തം മനുഷ്യന്മാരെ നോക്കി കഴിഞ്ഞാൽ 9 ടൈപ്പാണ് അവർ. ഏതെങ്കിലും ഒന്നായിരിക്കും. ഇപ്പോൾ ഇവിടെയുള്ള ഏതൊരു ആളെ നോക്കി കഴിഞ്ഞാൽ. അപ്പം ഈ 9 ടൈപ്പില് ഓരോ ആളുകൾക്കും ചെയ്യാവുന്ന ജോലികളുണ്ട്, പ്രൊഫഷൻസ് ഉണ്ട്, കരിയർ ഏതൊക്കെ ലെവലില്. ഈ ഓരോ ടൈപ്പും കരിയറിൽ ഇന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതുവരെ എത്തും എന്ന് അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ ടീം കൃത്യമായ കരിയർ പ്ലാനിങ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ മോശം ലെവലിലേക്ക് പോയാൽ എത്രത്തോളം മോശമാവും എന്നുള്ളതും അതിൻ്റെ അകത്തുണ്ട്. അപ്പോ നേരത്തെ മുജീബ് സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞ പിന്നെ ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത്, ഇവർക്കൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ഇവരുടെ ഉള്ളിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു നീറുന്ന മനസ്സുണ്ട്, ഇവർക്കും കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ചുറ്റുവട്ടത്തും അധാർമികത ഉണ്ട്. അപ്പൊ അത് രസത്തിന് വേണ്ടിയിട്ട് പോയി, ചോരത്തിളപ്പിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രായത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി, അതങ്ങനെ തുടർന്നു. പിന്നെ സമൂഹം തന്നെ ചെയ്യുന്ന എന്താണ്, ആ രീതിയിലേക്ക് അങ്ങനെ പോകുന്ന ഒരാളെ പിന്നെ ആ ആളായിട്ട് അങ്ങ് മുദ്ര കുത്തുകയാണ് ചെയ്യുന്നത്. കാപ്പ ചുമത്തിയ പിന്നെ എന്നും കാപ്പ തന്നെയാണ്, ഓനെ കാപ്പെന്നാണ് ഓനെ വിളിക്കുക, അതിനൊരു മാറ്റമില്ല എന്നുള്ളത്. പക്ഷെ അവന്റെ ഉള്ളും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കും ഒരു കരിയർ ഡെവലപ്മെന്റ് വേണം, നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ആപ്റ്റിറ്റ്യൂഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പൊ നമ്മൾ ഒരു കുട്ടി ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരാളൊരു ബിസിനസ് സെലക്ട് ചെയ്യുകയാണെങ്കിലും, എന്നെ കൊണ്ട് അത് പറ്റുമോ, അവിടെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം, എന്നെ കൊണ്ട് പറ്റുമോ. കുറേ ഫീൽഡ് ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും പറ്റൂല എന്ന് പറയാന്നുള്ളതല്ല, നമുക്ക് പറ്റുന്നത് എന്താണ് എന്ന് കണ്ടെത്താനുള്ള ടെൻഡൻസിയും കൂടെ നമ്മുടെ ഉള്ളിൽ വേണം. അതിനാണ് നമുക്ക് ഞാൻ പറഞ്ഞപ്പോൾ എനിയാഗ്രാമിന്റെ ടെസ്റ്റ് നടത്താം സെൽഫായിട്ട്. അത് ഇതിൽ തന്നെ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ അതിന്റെ ടൂള് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ട്, അഭിരുചി നിർണയ ടെസ്റ്റുകൾ. പലപ്പോഴും ഈ ആളുകളുടെ ധാരണ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്, 10ാം ക്ലാസ്സിലുള്ളവർ, +2 കഴിഞ്ഞിട്ട് ഇനി ഏത് എടുക്കണമെന്നത് അല്ല, മുതിർന്നവരും ചെയ്യണത്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ അവകാശമാണ് ഹൂ ഐ ആം, എന്തിനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്, എൻ്റെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്, എൻ്റെ ഒരു ടേസ്റ്റ് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, എൻ്റെ മുന്നിലുള്ള ത്രെഡ്സ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കാനുള്ള അവകാശം, ധാർമ്മിക അവകാശം നമുക്കുണ്ട്. അത് നമുക്ക് ബാധ്യതയാണ്, നിർബന്ധമാണ്. കാരണം ലൈഫ് എല്ലാവിധ സന്നാഹത്തോടും കൂടിയിട്ട്, ഇനിയിപ്പോ എത്ര പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ കൂടി അയാളിലും സാധ്യതയാണ് ഡെവലപ്മെന്റ്. സ്റ്റീഫൻ ഹോക്കിങ്സ് നമ്മുടെ മുന്നിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഫുള്ളി പാരലൈസ്ഡ് ആയിരുന്നു അദ്ദേഹം, എന്നാലും അദ്ദേഹത്തിന്റെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട് ആ ഫീൽഡിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ പാരലൈസ്ഡ് ആയിട്ടും അദ്ദേഹത്തിന് സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ പറ്റിയത് ഉള്ളതാണ്. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കരിയർ. എപ്പോഴും ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു വേർഡ് മൈൻഡിൽ ഉണ്ടാവുക. നമ്മളൊരാളെ കാണുമ്പോൾ അയാൾക്ക് പറ്റിയ ജോബ് ഏത്, അങ്ങനെ ചിന്തിക്കാൻ പറ്റണം നമുക്ക്. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശ തോന്നും, ഇദ്ദേഹം ഈ ഫീൽഡ് അല്ലല്ലോ എത്തണ്ടെന്നുള്ളത്. അത് ഒരു ഷോർട്ട് ടൈമിലുള്ള ഒരു മീറ്റിങ്ങോട് കൂടിയിട്ടല്ല കേട്ടോ. കുറച്ച് ടൈം ഒരു ട്രാവലിംഗ് ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുക, കുറച്ച് ലോങ് പീരീഡിലൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ ജോബിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്പെസിഫിക് ആണ്, ഷോർട്ട് അല്ലെങ്കിൽ കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള ചെറിയ ടാസ്ക് ആണ്, അത് ഡെയിലി വേജ് ആയിട്ടുള്ള സംഭവമാണ്, അത് നമുക്കറിയാം. അപ്പൊ കരിയറും ജോബും തമ്മിൽ ഞാൻ പറഞ്ഞു. അപ്പോ ജോബ് എപ്പോഴും ടെമ്പററി ആണ്. എനിക്കൊരു ജോലി വേണം എന്നുള്ള വാക്കേ ഇനി നമ്മൾ പറയാൻ പാടില്ല. നമ്മളെല്ലാരും കൂടെ ഒരുങ്ങി പുറപ്പെട്ടിട്ട് ജോബ് എന്ന് പറയുന്നവനെ തല്ലി ഓടിക്കുക എന്നുള്ളതാണ്. ജോബ് ഈസ് ടെമ്പററി, കരിയർ ഈസ് ലോങ് ടേം. കരിയർ, ഓൺലി കരിയർ. ഓക്കെ. അപ്പൊ ഇനി കരിയർ പ്ലാനിങ്ങിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് കരിയർ എന്തൊക്കെയാണ്. ആദ്യം നമ്മളെ അറിയാണ് വേണ്ടത്, നമ്മളെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മളെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ജോബ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ പാഷനേറ്റ് ആവുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ITI പഠിച്ചു 2 വർഷം. ഇലക്ട്രോണിക്സ് ആയിരുന്നു ഇവിടെ മെയിൻ സബ്ജക്റ്റ്. ഭയങ്കര രസമാണ് അത് ആലോചിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കമ്പ്യൂട്ടർ
സബായിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ ഒരു ചെറുപ്പകാലം എന്ന് പറഞ്ഞാല് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മരിക്കാനും തയ്യാറായിട്ടുള്ള പാരന്റ്സ് ആണ്. പക്ഷെ നമുക്ക് കരിയറിനെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ അന്നത്തെ കാലത്ത് സംവിധാനങ്ങൾ വളരെ കുറവാണ്. അപ്പം കമ്പ്യൂട്ടർ സബ്ജക്ട് സബായിട്ട് ഞാൻ പഠിച്ചു. പിന്നീട് അത് ITI കഴിഞ്ഞപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് അവിടെ വെച്ചു, കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് വന്നു. അങ്ങനെ ഒരു പ്രൈവറ്റ് സെന്ററിൽ കമ്പ്യൂട്ടറിന്റെ ഫാക്കൽറ്റി ആയിട്ട് മാറി. അത് 18ാമത്തെ വയസ്സിലാണ്, ITI കഴിഞ്ഞ ഉടനെയാണ്. അന്ന് മുതൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ശീലിച്ചു തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം അതിലിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പിന്നീട് അതിന്റെ കൂടെയാണ് ഞാൻ ഡിഗ്രി ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് PG MCA. മനസ്സിലായി? കാരണം എന്താ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആ സമയത്ത് എൻ്റെ സാഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 23 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനം അക്ഷയ സെന്ററൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അപ്പം അതിനോട് മാച്ച് ആവുന്ന ഒരു ഡിഗ്രി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് BCA ചെയ്തു. അത് കഴിഞ്ഞിട്ട് MCA അങ്ങ് ചെയ്തു. ഞാൻ കുറച്ചു കാലം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മേഖലയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കഴുത്തിന്റെ ഡിസ്കിന് ഒരു ചെറിയ പ്രശ്നം വന്നു. അങ്ങനെ ഞാനൊന്ന് കുറച്ചു കാലം ഒന്ന് റെസ്റ്റ്, ഒരു 2-3 മാസം അങ്ങനെ ഒഴിച്ചില്ലെങ്കിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റ്. ഡിസ്കിന് ഒരു പൊട്രൂഷൻ, കയ്യിന് ഭയങ്കര കടച്ചിൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. അപ്പം ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇതിലാണ് ഞാൻ പിന്നെ ഫോർച്ചുനേറ്റ്ലി ഈ ഡോക്ടർ KM അബൂബക്കർ എന്ന് പറഞ്ഞ സാറ് സിജിയിലെ ഞാൻ സിജി എന്ന് പറയുന്ന ഓർഗനൈസേഷനായിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പൊ അവിടെ ഒരുപാട് മെന്റേഴ്സിന്റെ ഒരു ഗ്യാങ് ആണ് അവിടെ. ഒരുപാട് മെന്റേഴ്സ് ഒക്കെ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള, സോഷ്യൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഡോക്ടർ KM അബൂബക്കർ സാറിന്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് സീനിയർ സയന്റിസ്റ്റ് ആയിട്ട് റിട്ടയർഡ് ആയി കോഴിക്കോട് വന്ന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. പിന്നെ അവിടെയുള്ള വേറെ 1-2 പേരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മെന്റർഷിപ്പ്, കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഞാൻ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തി, ഇതൊക്കെ ചെയ്യാം. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇത് അരമണിക്കൂർ ആയോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. 7:30 കഴിഞ്ഞു, 8 മണിയാവാൻ. ഇനിയിപ്പം വൈകുന്നേരം വരെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞാലും ഞാൻ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ഭയങ്കര പാഷനേറ്റ് ഫീൽഡ് എനിക്ക് അതാണ്. അപ്പം ഐ എം വെരി ഹാപ്പി. ക്ലിയർ? അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ അങ്ങനെ പോകുന്നു. ഞാനിപ്പോൾ എൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ 1-2 പുസ്തകങ്ങളുടെ ചെറിയൊരു പണിപ്പുരയിലാണ്. നമ്മുടെ സ്ഥാപനത്തിലൊരു കുറച്ചുകൂടെ കോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ഒരു പുതിയ ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഇതിങ്ങനെ മുന്നോട്ട് പോകും. ഭയങ്കരമായ ഒരു കരിയർ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ലെവലിലേക്ക് ഇങ്ങനെ മൂവ് ആയിട്ട് കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഇത് പോരാ എന്നുള്ളത് തന്നെ, ഇതിലേക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കരിയർ എപ്പോഴും നമ്മൾ നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അറിയണം. ചിലപ്പോൾ ചില ആളുകൾ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഇഷ്ടം പോലെ കാണാൻ പറ്റും. പക്ഷെ ഒരു നരകയാതന പോലെ ആകെ ഹറിബറി ലൈഫായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. മൈൻഡ്ഫുൾനെസ് ഒക്കെ എന്താന്ന് പോലും അവർ അറിയണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ, ഒരു കോഫി കഴിക്കുകയാണെങ്കിൽ കൂടി കോഫി തീർന്നു, കോഫി കഴിക്കുകയാണെങ്കിൽ കൂടി പിന്നെ നമ്മളത് എൻജോയ് ചെയ്ത് പ്രസന്റ് മൈൻഡഡ് ആയി ചെയ്യുന്ന ജോലി. അങ്ങനെയുള്ള എത്രയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള എത്രയോ ടീച്ചേഴ്സിനെ, ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ പാഷനേറ്റ് ആയിട്ട് ടീച്ചിങ്ങിനെയും കുട്ടികളെയും സ്കൂളിനെയും അന്തരീക്ഷത്തേക്ക് കാണുന്ന ഒരു 10% ടീച്ചേഴ്സോ 20 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരായിരിക്കും അതിന്റെ മുഖം. അതാണ് തീരെ ആ പണിക്ക് പറ്റില്ല, ഇവൻ വേറെ വല്ല അറിവിനും പോകണ്ടാണെന്നുള്ള ലെവലിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഉള്ള ആളുകളെയും പല ഫീൽഡിലും കാണാൻ പറ്റും. അപ്പൊ സോ മൈ ഡിയർ ഫ്രണ്ട്, കരിയർ പ്ലാനിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ്. ഇതില് വേറൊരു കാര്യമുള്ളത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ഒരിക്കലും ചേഞ്ച് ആവില്ല എന്നുള്ളതാണ് സൈക്കോളജിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. ആപ്റ്റിറ്റ്യൂഡ് ഇസ് എ ഇന്നർ പൊട്ടൻഷ്യൽ. നീ എന്തിനു വന്നോ, എന്താണോ നമ്മളിൽ ദൈവം ഇൻബിൽറ്റ് ആയിട്ട്, പ്രകൃതി ഇൻബിൽറ്റ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് വാട്ട് ഈസ് ആപ്റ്റിറ്റ്യൂഡ്. ഇൻട്രസ്റ്റ് കാരണം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഇൻട്രസ്റ്റിന്റെ പിന്നാലെ പോകും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ എനിക്ക് ബസ്സിൽ ഡ്രൈവർ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആദ്യം ജീപ്പിന്റെ ഡ്രൈവർ ആവാനായിരുന്നു ഇഷ്ടം. അന്ന് ജീപ്പാണ്, അതിലിങ്ങനെ പല 4 സൈഡിലൊക്കെ തൂങ്ങിയിട്ടും ഒക്കെ വളരെ സാഹസികമായിട്ട് ജീപ്പ് ഇങ്ങനെ ഓടിക്കും. അപ്പോൾ അത് നല്ലൊരു ജോബാണെന്നുള്ള ലെവലില്. അന്ന് അറിയില്ലല്ലോ. പിന്നെ പക്ഷെ അയാൾക്കും
അങ്ങനെ കരിയർ ബിൽഡ് ചെയ്ത ഒരാളെ എനിക്കറിയാം. എൻ്റെ ഫാമിലിയിലുണ്ട് ഒരാൾ അതുപോലെയുള്ള. അയാള് ജീപ്പിന്റെ ക്ലീനറായിട്ട് പോയി എന്നും ജീപ്പ് കഴുകുന്നതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കാണും. പിന്നെ അയാള് ജീപ്പിന്റെ ഡ്രൈവറായി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അയാള് ഒരു ജീപ്പ് എടുത്തു സ്വന്തമായിട്ട്, സെക്കൻഡ് ഹാൻഡ് ജീപ്പ് അടവിനെടുത്തു. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം 2-3 ജീപ്പായി. പിന്നെ ജീപ്പ് മാറ്റിയിട്ട് ലോറി എടുത്തു, കുറേ ലോറികളായി. പിന്നെ അദ്ദേഹം ഇങ്ങനെ കോറിയിലേക്കൊക്കെ ലോറികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി ആവശ്യത്തിന്. പിന്നെ കോറിയിലേക്ക് വന്നു, സീറോ ഒന്ന് വലിയ ലെവലിലേക്ക് അദ്ദേഹം പോന്നിട്ടുണ്ട്. ഇപ്പോ അദ്ദേഹം നിൽക്കുന്ന വലിയ എഡ്യൂക്കേഷൻ ഒന്നുമുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പള്ളി കമ്മിറ്റീന്റെ പ്രസിഡന്റ് ആണ്. ആ നാട്ടിലെ എന്തൊരു കാര്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ വലിയ വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹം ആ പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ്. അതിനൊരു പൊരുത്തം വേണം എന്നുള്ളത് ഞാൻ പ്രധാനമാണ്. നമ്മളെപ്പോഴും നമ്മളെക്കാളും അറിവും പക്വതയും എക്സ്പീരിയൻസ് ഉള്ള വലിയ വലിയ ആളുകളായിട്ട് കണക്റ്റഡ് ആവണം. അത് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ പോയി കാണാനും. ഞാൻ അതുകൊണ്ടാണ് മുജീബ് സാറിന്റെ അടുത്ത്, ഇവിടെ മുജീബ് സാറ് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രെയിനറുമാണ്, നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. സോ ഈ ഇൻട്രസ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ജീപ്പിന്റെ ഡ്രൈവർ ആവുക എന്നുള്ളതായിരുന്നു ആദ്യം എൻ്റെ ആഗ്രഹം. പിന്നെ കുറെ ഞാൻ ബസ് കയറിയപ്പോൾ ബസ് ഒരു 10-40 ആളെ ഒന്നിച്ചിങ്ങനെ സാഹസികമായിട്ട് കൊണ്ടുപോകുന്ന ആളെ. അപ്പോൾ ബസ്സിന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ കണ്ടപ്പോൾ ട്രെയിനിന്റെ കൊക്കോ പൈലറ്റോ, പിന്നെ വിമാനത്തിന്റെ, ഇതിങ്ങനെ കുട്ടികളിൽ മാറിക്കൊണ്ടേയിരിക്കും. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസോ അഡ്വർടൈസ്മെന്റോ സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ഒക്കെ ഇൻട്രസ്റ്റ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇന്നലെയുള്ള ഇൻട്രസ്റ്റ് ആവില്ല ഇന്നലെ വരെ ചായ കുടിച്ച ആൾ ചിലപ്പോൾ ഇന്ന് കോഫി ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കഴിച്ചിരുന്ന ആൾ ചിലപ്പോൾ ഇന്ന് നിർത്തിയിട്ടുണ്ടാവും. ഓരോരോ ഇൻട്രസ്റ്റിന്റെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോകരുത് എന്നുള്ളത്. ഇനി നമുക്കൊക്കെ കരിയറിനെ ബെസ്റ്റായിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ കുറച്ച് കരിയർ പ്ലാനിങ്, AI ബേസ്ഡ് ആയിട്ടുള്ള AI പവേർഡ് കരിയർ ഗൈഡൻസ് ടൂൾസ് ആണ്. ഇപ്പോൾ AIന്റെ കാലമാണല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ റെഫർ ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു കരിയർ ഫ്ലോ എന്നുള്ള പറയുന്ന സംഭവമുണ്ട്, കരിയർ എക്സ്പ്ലോറർ ഉണ്ട്, 6 ഫിഗർ എന്നുള്ള സാധനം. ഇതൊക്കെ നമുക്ക് അവരെ കരിയർ GPT എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതൊക്കെ നല്ല നമുക്ക് ഏത് ഫീൽഡിനെ കുറിച്ച് ചോദിച്ചാലും വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ കോളേജുകളുടെ ഡീറ്റെയിൽസ് വരെ അതിൻ്റെ അകത്ത് കിട്ടും, എങ്ങനെ കരിയർ പ്ലാൻ ചെയ്യണം എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക്. ഞാൻ എന്നാൽ തന്നെ ഒരു 10-15-20 മിനിറ്റിന്റെ അടുത്ത് അധികം എടുത്തെന്നാണ് തോന്നുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു ഹായ് പറഞ്ഞേ. ടോപ്പിക്ക് വേഗം തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചെന്നറിയില്ല. ഒന്ന് ലൈവായിട്ട് വന്ന എല്ലാവരും ഒരു ഹായ്. കുറച്ചായിട്ട് സൂം ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ ഒരു ഓക്കെ, സെറ്റ്. രേഖ മാഡം, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? സാറിന്റെ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് വരാനുള്ളൂ. ഇപ്പൊ ഓക്കെ, സെറ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാറ് സ്റ്റോപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം അത്രയും രസകരമായിരുന്നു ടോപ്പിക്, വിഷയങ്ങളൊക്കെ. നിർത്തി പോവാമെന്ന് സങ്കടം. എനിക്ക് 7:30